എന്താ ഈ നാണമെന്ന് വെച്ചാൽ? അതെന്തായാലും അന്നു മുതൽ നിക്കറിടാതെ വല്ലവരുടെ മുമ്പിൽ ചെല്ലാൻ സങ്കോചമാണവന്. ഉണ്ണിക്കുട്ടൻ വീണ്ടും പുതപ്പരയോളമിട്ട് മലർന്നു കിടന്നു. ചുമരിലെ ചിത്രങ്ങളിലും കട്ടിലിൻ്റെ ഇടയിൽ നിരത്തി വച്ചിരിക്കുന്ന പാത്രങ്ങളിലുമെല്ലാം മാറി മാറി നോക്കി. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോയിൽ ചാർത്തിയിരിക്കുന്ന കൂവളപ്പൂമാലയും തെച്ചിപ്പൂമാലയും കുട്ടൻ നായർ ഇന്നലെ രാത്രി അമ്പലത്തിൽ നിന്നും കൊണ്ടുവന്നതാണ്. 2 മാലകളും വാടിയിട്ടുണ്ട്. അമ്മയ്ക്ക് എണ്ണ കാച്ചാൻ കൂവളപ്പൂവും തെച്ചിപ്പൂവും വേണം. അതിനാണത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ കുട്ടൻ നായരുടെ കൂടെ അമ്പലത്തിൽ കളം തൊഴാൻ പോകാൻ ചാട്യം പിടിച്ചുവെങ്കിലും അമ്മ സമ്മതിച്ചില്ല. താൻ വലിയ വികൃതിയായതുകൊണ്ട് കുട്ടൻ നായരുടെ കൂടെ അമ്പലത്തിലേക്ക് അയക്കാൻ അമ്മയ്ക്ക് പേടിയാണത്രേ. ഇനി ഇന്ന് കൊണ്ടുപോകാമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. വെറുതെ പറഞ്ഞതാണോ ആവോ? താഴത്തു ചെന്ന ഉടൻ അമ്മയെ ഓർമ്മിപ്പിക്കണം. ചുമരിലെ ചിത്രങ്ങളെല്ലാം പഴയതാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയോടൊപ്പം ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ട ചിത്രങ്ങളെല്ലാം പുതിയതായിരുന്നു. നാക്ക് വെളിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ആ നായക്കുട്ടിയുടെ ചിത്രം കണ്ടിട്ടും കണ്ടിട്ടും മതിയായില്ല. അങ്ങനത്തേതൊന്ന് കൊണ്ടുവരാൻ അച്ഛനോട് എത്ര പ്രാവശ്യം പറഞ്ഞു. അച്ഛനുണ്ടോ അതിനൊക്കെ സമയം? നേരെ മുമ്പിലുള്ള ജനാലയിൽ ഒരു 8 വല കാണാനുണ്ട്. ഇന്നലെ രാത്രി 8 വല അവിടെ ഉണ്ടായിരുന്നില്ല. 8 രാത്രിയിലത്തെ പരിശ്രമമാണ് ആ വല. ആ വലയിൽ അവിടെവിടെയായി ചെറുപ്രാണികൾ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. അവയൊക്കെ 8 തിന്നാനാണെന്ന് അച്ഛനൊരിക്കൽ പറഞ്ഞത് അവൻ ഓർത്തു. 8 വല കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അടുത്തു ചെന്നു വിരലുകൊണ്ടൊരു വര വരച്ചാലോ? 8 വല നാശമായി പോവും. അടുക്കളയിലും മച്ചിനുള്ളിലും കാണുന്ന എത്രയെത്ര 8 വലകളാണ് അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. 8 വിഷമുണ്ടത്രേ. എന്താണ് വിഷമെന്ന് വച്ചാൽ? അതെങ്ങനെ ഇരിക്കും? എല്ലാ വിഷത്തിലും വെച്ച് വലിയ വിഷം പാമ്പിൻ്റേതാണെന്നാണ് മുത്തച്ഛൻ പറയുന്നത്. പാമ്പ് കടിച്ചാൽ അതിനെ പിടിച്ച് അങ്ങോട്ടും കടിക്കണം, എന്നാൽ വിഷം കയറുകയില്ലെന്ന് പറഞ്ഞത് കുട്ടൻ നായരാണ്. അങ്ങനത്തെ ഒരു സംഭവം പേപ്പറിൽ ഉണ്ടായിരുന്നത് മുത്തച്ഛൻ വായിച്ചു കേൾപ്പിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അധിക ദിവസങ്ങൾക്ക് മുമ്പൊന്നുമല്ല, ഒരു മാപ്പിള തൊടിയിൽ പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് ചാടിക്കടിച്ചു. മാപ്പിള ഒട്ടും സംശയിക്കാതെ പാമ്പിനെ കടന്നുപിടിച്ച് കടിച്ച് 2 കഷ്ണമാക്കി ദൂരത്തേക്ക് എറിഞ്ഞു. മാപ്പിളയ്ക്ക് വിഷമേറ്റില്ല. പാമ്പ് ചത്തതു ലാഭം. മാപ്പിളയുടെ ധൈര്യം ഭയങ്കരം തന്നെ. ആ മാപ്പിളയെ വീട്ടിൽ ഉമ്മറം കാവലുകാരനായി കിട്ടിയാൽ നന്നായിരുന്നു. പാമ്പിനെ 2 കഷ്ണമായി കടിച്ചെറിഞ്ഞ ശേഷം മാപ്പിളയുടെ വായ നീറിയിരിക്കുമോ? വായ നീറിയിരിക്കുമോ എന്നോർക്കുമ്പോൾ കട്ടിലിന്റെ ചുവട്ടിലെ സ്ഫടികഭരണിയിൽ ഒരു കളിയടക്ക എടുത്തു ചവച്ചു തിന്നാൻ തോന്നി. അവൻ കട്ടിലിന്റെ താഴത്തേക്ക് നോക്കി. താലങ്ങൾ, കൂജാവുകൾ, പാൽക്കിണ്ടികൾ, എന്തൊക്കെ സാധനങ്ങളാണ്! സ്ഫടികഭരണി തുറക്കുന്ന ശബ്ദം കേട്ട് അച്ഛൻ ഉണർന്നാലോ? വേണ്ട, കളിയടയ്ക്ക വേണ്ട. അവൻ മുറിയിലെ ജനാലകളിലും വാതിലിലും നോക്കി. നിറദിവസം അരിമാവ് കൊണ്ട് അണിഞ്ഞിട്ടുള്ളത് ഇനിയും മാഞ്ഞു പോയിട്ടില്ല. ഒരു ജനൽക്കമ്പിയിൽ നെൽക്കതിർ വാഴനാരുകൊണ്ട് കെട്ടി നിർത്തിയിരിക്കുന്നു. നിറദിവസം മുത്തച്ഛനാണ് കുളിച്ചീറനുടുത്ത് നെൽക്കതിർ അമ്പലത്തിൽ നിന്നും കൊണ്ടുവന്നത്. നിറ പൊലി നിറ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തച്ഛൻ വന്നത്. വീട്ടിലെല്ലാം അണിഞ്ഞതും മുത്തച്ഛൻ തന്നെയാണ്. അരിമാവ് നിറച്ച ഓടം കമിഴ്ത്തി വയ്ക്കുമ്പോൾ അരിമാവ് ഒലിച്ചിറങ്ങുന്നത് കാണാൻ ബഹുരസമാണ്. വലുതായാൽ തനിക്കും മുത്തച്ഛനെ പോലെ അണിയാൻ പഠിക്കണം. നിറദിവസം അമ്പലത്തിൽ നിന്നും നെൽക്കതിർ കൊണ്ടുവരുന്നതും താനായിരിക്കും. മുറിയിലെ ഒത്ത നടുക്കുള്ള വളയിൽ തൂങ്ങുന്ന കതിർക്കുല നിറദിവസം കെട്ടിത്തൂക്കിയതാണ്. മുറിയിലെ വളകളിൽ വെള്ളരിക്കയും കെട്ടിത്തൂക്കിയിട്ടുണ്ട്. എല്ലാം മുത്തച്ഛൻ കെട്ടിത്തൂക്കിയതാണ്. വാഴനാരറ്റ് വെള്ളരിക്ക താഴെ വീണാൽ എന്താണുണ്ടാവുക? വെള്ളരിക്ക പഴുത്ത മത്തനെ പോലെ ഉറിയിൽ വയ്ക്കുകയാണ് നല്ലത്. ഉറി അത്ര ക്ഷണം അറ്റുപോകുകയൊന്നുമില്ല. വെള്ളരിക്ക എന്തുകൊണ്ടാണ് ഉറിയിൽ വയ്ക്കാത്തത്? മത്തനെ പോലെ വട്ടത്തിലല്ലാത്തത് കൊണ്ടായിരിക്കുമോ? പഴുത്ത മത്തൻ ഉറിയിൽ വച്ചതു കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുക്കളയിലും മച്ചിലും കൂടി ആകെ 6 ഉറികളുണ്ട്. 6 ഉറികളിലും മത്തനുണ്ട്. മച്ചിൽ ഉറി കെട്ടിത്തൂക്കിയ വളകളിലെല്ലാം വേട്ടാളൻ കൂടുകളുണ്ട്. വേട്ടാളൻ ശക്തിയോടെ പറന്നു വന്ന് കൂടിനുള്ളിലേക്ക് പോകുന്നത് കാണാൻ കൗതുകമുണ്ട്. ഇവിടെ വേട്ടാളൻ കൂട് കെട്ടിയിരിക്കുന്നത് മണ്ണുകൊണ്ടാണ്. പക്ഷേ കക്കൂസിൽ മണ്ണുകൊണ്ടല്ല. അവിടെ വളകളിൽ ദ്വാരമുണ്ടാക്കിയിരിക്കുകയാണ്. ആ ദ്വാരങ്ങളെയാണ് കൂടുകളെന്ന് പറയുന്നത്. വേട്ടാളൻ കൂട് അടർത്തിക്കളയാൻ പാടില്ലത്രേ. അടർത്തിക്കളഞ്ഞാൽ മൂക്കിൽ കുരു ഉണ്ടാകും. മുത്തശ്ശിക്ക് അനുഭവമാണത്രേ അത്. കുരു എവിടെ ഉണ്ടാകുന്നതും നല്ലതല്ല. കുരു ഉണ്ടായാൽ വേദന സഹിക്കണം. കുട്ടേട്ടന് കാൽവണ്ണയിലാണ് കുരു ഉണ്ടായത്. ആദ്യം ചെറിയൊരു ഉണലായിരുന്നു. 4 ദിവസമായപ്പോഴേക്കും ഉണൽ വലുതായി, ചുകന്നു. ഉണലിനു കണ്ണായി.
കാൽവണ്ണയാകെ തുടുത്തു വീങ്ങി. ഒടുവിൽ മണ്ണാൻ ചാമിയെ കൊണ്ടുവരേണ്ടി വന്നു. ചാമി പറഞ്ഞതനുസരിച്ച് ഒരെണ്ണ പുരട്ടുകയും ചിറ്റമൃതിന്റെ ഇല വാട്ടിയിടുകയും ചെയ്തു. പിറ്റേന്ന് കുരു പൊട്ടി. എത്ര ചോരയും ജലവുമാണ് പോയതെന്നോ. കണ്ടപ്പോൾ അറപ്പ് തോന്നി. ചോറുണ്ണുമ്പോൾ ഓക്കാനിക്കാൻ തോന്നി. കുരു പൊട്ടി ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് കുട്ടേട്ടൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. കുട്ടേട്ടന്റെ കാൽവണ്ണയിൽ കുരു ഉണ്ടായതിന്റെ കല ഇന്നുമുണ്ട്. ആ കലയെ തൊടുമ്പോൾ എന്തു മിനുസമാണെന്നോ. കുട്ടേട്ടൻ ഉമ്മറത്തിരുന്ന് പഠിക്കുകയാവും ഇപ്പോൾ. 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും കുട്ടേട്ടന് സ്ലേറ്റിൽ വരയിടാൻ ഇനിയും അറിഞ്ഞൂടാ. സ്ലേറ്റിൽ വരയിട്ട് കൊടുക്കുന്നത് അമ്മയാണ്. സ്വപ്നം വീണ്ടും ഓർത്തുപോവുകയാണവൻ. സ്വപ്നരംഗങ്ങൾ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. വർണ്ണഭംഗി എഴുന്ന ബലൂണുകൾ ഊതി വീർപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ ഹൃദയത്തിൽ അത്ഭുതാഹ്ലാദ ഭാവങ്ങൾ ഉളവാക്കുന്ന സോഡാ സർവത്തുകടയിലെ വൃദ്ധനെ എങ്ങനെ മറക്കാനാണവൻ? വൃദ്ധന്റെ താടിയിൽ കൈവിരകൾ ഓടിക്കാനും ബലൂണുകൾ വാങ്ങി തട്ടി കളിക്കാനും എന്തു രസമായിരിക്കും. ബലൂണിനകത്ത് കടലയിട്ട ശേഷം ഊതി വീർപ്പിക്കണം. ബലൂണിനകത്ത് കടല കലബല എന്ന് ഉരുണ്ട് കളിക്കുന്നത് കാണണം. സ്വപ്നത്തിലെ ആ വയസ്സൻ എവിടെയാണ്? ഇന്ന് അച്ഛൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ബലൂണുകൾ വാങ്ങിക്കൊണ്ടുവരാൻ പറയണം. കടല വാങ്ങി തരില്ല. കടല തിന്നാൽ വയറുവേദനിക്കുമെന്നാണ് അച്ഛൻ പറയുന്നത്. വേണ്ട, കടല വാങ്ങി തരേണ്ട, ബലൂൺ മതി. എല്ലാ നിറങ്ങളിലുമുള്ള ബലൂണുകൾ വേണം. ബലൂണുകൾ ഊതി വീർപ്പിച്ച ശേഷം നൂലുകൊണ്ട് കെട്ടിത്തരാൻ മുത്തച്ഛൻ്റെ കയ്യിൽ കൊടുക്കണം. മുത്തച്ഛനില്ലെങ്കിൽ കുട്ടേട്ടനോട് പറയണം. ഇതൊക്കെ അമ്മിണി ഉറങ്ങുന്ന സമയത്താകണം, അല്ലെങ്കിൽ അവൾ ഒന്നിനും സമ്മതിക്കില്ല. വലിയ കുറുമ്പിയും ഷാഢ്യക്കാരിയുമാണവൾ. 3 ബലൂണുകൾ ഒന്നിച്ചു കെട്ടി ഉമ്മറത്തുള്ള ശ്രീകൃഷ്ണന്റെ ഫോട്ടോവിന്റെ താഴെ തൂക്കണം. അത് കുട്ടേട്ടനോട് പറയാം. കുട്ടേട്ടനെ കസേരയിൽ കയറി നിന്നാൽ ഫോട്ടോവിന്റെ താഴെയുള്ള ആണി തൊടാൻ സാധിക്കും. 2 ബലൂണുകൾ കുട്ടേട്ടൻ എടുത്തോട്ടെ. കുട്ടേട്ടന്റെ ബലൂണുകൾ കൊണ്ട് കളിക്കേണ്ട പ്രായമല്ലെന്ന് അമ്മ പറയാറുണ്ട്. എന്നാലും കുട്ടേട്ടൻ എടുത്തോട്ടെ. അമ്മിണി ഉറക്കമുണർന്നു വന്നാൽ 2 ബലൂണുകൾ ഊതി വീർപ്പിച്ച് 2 കൈകളിലുമായി അവൾക്കും കൊടുക്കാം. കിട്ടേണ്ട താമസം അവൾ അത് പൊട്ടിക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ശ്രീകൃഷ്ണന്റെ ഫോട്ടോവിന്റെ താഴെ തൂങ്ങുന്ന ബലൂണുകൾ 3 അവൾക്ക് കൊടുക്കില്ല. അത് തനിക്ക് ഇഷ്ടം പോലെ നോക്കിക്കാണാനും എടുത്തു കളിക്കാനും വീണ്ടും തൂക്കാനുമുള്ളതാണ്. എടുത്തു തരാനും തൂക്കിത്തരാനും മുത്തച്ഛനും കുട്ടേട്ടനും ഉണ്ടല്ലോ. കുട്ടേട്ടൻ ചിലപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. അതാണ് ബുദ്ധിമുട്ട്. കുട്ടേട്ടന്റെ ഈ സ്വഭാവം കാണുമ്പോൾ പുസ്തകത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മയിൽപീലി എടുത്ത് തൊടിയിലേക്ക് വലിച്ചെറിയാൻ തോന്നാറുണ്ട്. ഏതായാലും അമ്മിണി ഷാഢ്യം പിടിക്കാതിരുന്നാൽ മതി. എന്തിനാണ് ഷാഢ്യം പിടിക്കുന്നതെന്ന് വെച്ചാൽ അത് സാധിച്ചിട്ടേ അവൾ അടങ്ങൂ. അതുവരെ കരച്ചു തന്നെയാണ്. മുമ്പിലെ ജനാലയുടെ തരിപ്പ് പൊളിച്ചത് അമ്മിണിയാണ്. ആദ്യം തന്നെ ലേശം അടർന്നു നിന്നിരുന്നു. അതിൽ വടിയിട്ട് കുത്തിപ്പൊളിച്ചു. അമ്മ കണ്ടുകൊണ്ട് അടുത്തു തന്നെ ഇരുന്നിരുന്നു. എന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടിയില്ല. അച്ഛൻ അറിഞ്ഞത് രാത്രിയാണ്. എന്നിട്ട് അച്ഛൻ എന്തു ചെയ്തെന്നോ? മിടുക്കത്തി എന്ന് പറഞ്ഞ് അവളെ ഉമ്മ വച്ചു. മിടുക്കത്തി, വല്ലാത്തൊരു മിടുക്കത്തി. അമ്മ പെട്ടെന്ന് മുറിയിലേക്ക് വന്ന് കട്ടിലിൻ്റെ ചുവട്ടിൽ നിന്നൊരു ടിന്നെടുക്കുന്നത് കണ്ടു. പഞ്ചസാര ടിന്നാണ്. അമ്മ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. അവൻ വിളിച്ചു, അമ്മേ. അമ്മ അവൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു, അമ്മയുടെ സുന്ദരക്കുട്ടി ഉണർന്നു കിടക്കുകയാണോ? അച്ഛൻ വരുമ്പോൾ താഴത്തേക്ക് വന്നാൽ മതി, മിടുക്കൻ. സാധാരണ ദിവസമാണെങ്കിൽ അവൻ അമ്മയുടെ ഒപ്പം തന്നെ താഴത്തേക്ക് പോകുമായിരുന്നു. ലേശം പഞ്ചസാര വായിലിട്ട് തരാൻ പറയുമായിരുന്നു. ഇന്ന് എല്ലാ ആലോചനകളുടെയും കുസൃതിത്തരത്തിൻ്റെയും ഇടയിൽ ആ സ്വപ്നത്തിൽ വൃദ്ധൻ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അമ്മ ടിന്നുമായി കോണിപ്പടിയിൽ ഇറങ്ങിപ്പോകുന്ന ശബ്ദം ശ്രദ്ധിച്ചു കിടന്നു. താഴത്തുനിന്ന് പാത്രങ്ങൾ കൂട്ടിമുട്ടുന്നതിൻ്റെയും മുറ്റമടിക്കുന്നതിൻ്റെയും വെള്ളം കോരുന്നതിൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ കേൾക്കാനുണ്ട്. അടുക്കളക്കിണറ്റിൽ നിന്ന് വെള്ളം കോരാനുള്ള തുടിക്കകത്തെ ആ കല്ലുകളുണ്ടാക്കുന്ന ശബ്ദം കേമം തന്നെ. ആ കല്ലുകളെടുത്തൊന്ന് നോക്കണം ഒരു ദിവസം. എത്ര നേരമായി ഇങ്ങനെ ഉണർന്നു കിടക്കുന്നു? അച്ഛൻ ഒന്നും അറിയാതെ ഉറങ്ങുക തന്നെയാണ്. അച്ഛൻ്റെ കട്ടിലിൻ്റെ അടുത്തിട്ടിരിക്കുന്ന സ്റ്റൂളിൽ ഒരു ടൈം പീസും ടോർച്ചും സ്ഫടിക ഗ്ലാസും ഇരിക്കുന്നുണ്ട്. ഉണ്ണിക്കുട്ടന് സമയം നോക്കാൻ അറിയില്ല. കുട്ടേട്ടൻ അറിയാം. അതുകൊണ്ട് കുട്ടേട്ടന് വലിയ ഭാവമാണ്. അത്ര വലിയ ഭാവമൊന്നും വേണ്ട. 3-ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുൻപേ താനും വാച്ച് നോക്കാനും പഠിക്കും. അലാറം അടുപ്പിക്കാനും പഠിക്കും. അതൊന്നും വലിയ കാര്യമല്ല. അല്ലെങ്കിൽ എന്തിനാ അധികം ആലോചിക്കാൻ പോണത്? മുത്തശ്ശിക്ക് ഇത്ര വയസ്സായില്ലേ? തലമുടിയെല്ലാം നരച്ചു. കണ്ണു ശരിക്ക് കാണുന്നില്ല. ഇത്ര പ്രായമായിട്ടും മുത്തശ്ശിക്ക് സമയം നോക്കാനോ അലാറം അടുപ്പിക്കാനോ അറിഞ്ഞുകൂടാ. എന്നിട്ടല്ലേ തനിക്ക്? ബാല്യക്കാരൻ കുട്ടൻ നായർക്ക് അറിയാത്ത പണികൾ വല്ലതുമുണ്ടോ? പക്ഷേ കുട്ടൻ നായർക്ക് ടൈം പീസിൻ്റെ അലാറം അടുപ്പിക്കാനുള്ള വിദ്യ അറിഞ്ഞുകൂടാ. സമയം നോക്കാൻ അറിയാമെന്ന് മാത്രം. ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റ് ജനാലയ്ക്കടുത്തു ചെന്ന് പുറത്തേക്ക് നോക്കി.
ഇന്നലത്തെ പോലെ ഇന്ന് മൂടൽമഞ്ഞില്ല. ഇന്നലെ ഈ നേരത്ത് തൊടിയിലേക്ക് നോക്കിയപ്പോൾ മൂടൽമഞ്ഞല്ലാതെ ഒന്നും കാണാനില്ലായിരുന്നു. ഇന്ന് മൂടൽമഞ്ഞില്ല. കുലച്ചു ചാടിയ ഒരു വാഴയുടെ കുടപ്പലിൽ നിന്ന് അണ്ണാൻ തേൻ കുടിക്കുന്നത് കൗതുകപൂർവ്വം നോക്കി നിന്നു. അണ്ണാന്റെ പ്രവൃത്തികൾക്ക് എന്തു വേഗതയാണ്, എന്തു കൃത്യമാണ്! ഒരു വാഴയിൽ നിന്നും മറ്റൊരു വാഴയിലേക്ക് എത്ര കൃത്യമായാണ് ചാടുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അണ്ണാനെ ചുമലിലിട്ടു വന്ന ആ ധർമ്മക്കാരന്റെ രൂപം ഉണ്ണിക്കുട്ടന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അയാൾക്ക് ഇടത്തെ കൈയിൽ വിരലുകളൊന്നും ഉണ്ടായിരുന്നില്ല. വലത്തെ കൈയിൽ വിരലുകൾ ഉള്ളതുകൊണ്ട് അയാൾക്ക് ഊണ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉണ്ണിക്കുട്ടൻ ജനലിനോടടുപ്പിച്ചുള്ള കസാലയിലേക്ക് നോക്കി. കസാലക്കൈയിൽ കുറേ ഉറുമ്പുകൾ ചേർന്ന് ഒരു ചത്ത പുഴുവിനെ നീക്കി കൊണ്ടുപോവുകയാണ്. എത്രയെത്ര ഉറുമ്പുകളാണ്! തിന്നാനാകുമോ പുഴുവിനെ കൊണ്ടുപോകുന്നത്? ഉറുമ്പുകളെ കൈകൊണ്ട് തട്ടിക്കളഞ്ഞാലോ? വേണ്ട, അവ പുഴുവിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോട്ടെ. 8 വലയുള്ള ജനാലയ്ക്കടുത്ത് പോയി നിന്ന് കൈവിരലുകൾ കൊണ്ടൊരു വര വരച്ചു. 8 വല ഇല്ലാതായി. കൈവിരൽ ഒട്ടുന്നുണ്ടോ? വലയിൽ കുടുങ്ങിക്കിടന്നിരുന്ന ചെറു പ്രാണികൾ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. ഇനിയെല്ലാം കാളിയമ്മ അടിച്ചുവാരി ശരിപ്പെടുത്തിക്കോളും. ഉണ്ണിക്കുട്ടൻ മെല്ലെ മെല്ലെ നടന്നു വന്ന് അച്ഛൻ്റെ കട്ടിലിനടുത്തുള്ള സ്റ്റൂളിൽ എടുത്തു വന്ന് നിന്നു. ഇപ്പോൾ ടൈം പീസിൻ്റെ ശബ്ദം നല്ലപോലെ കേൾക്കാം. കുറച്ചു നേരം ശ്രദ്ധിച്ചു നിന്നു. രസമില്ല. സ്റ്റൂളിൽ മേലുള്ള സ്ഫടിക ഗ്ലാസ് അച്ഛൻ പാല് കുടിച്ചു കഴിഞ്ഞ ശേഷം വച്ചതാണ്. ഗ്ലാസിൻ്റെ അടിയിൽ ലേശം പാലുള്ളതിൽ 1-2 ഉറുമ്പുകൾ വീണ് ചത്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ടോർച്ചൊന്ന് പീച്ചു നോക്കണം. 5 ബാറ്ററി വയ്ക്കാവുന്ന വലിയ ടോർച്ചാണ്. എന്തൊരു കനമാണെന്നോ! എടുത്തു കയ്യിൽ പിടിച്ച് പീച്ചിയാൽ ശരിയാവില്ല. ഒരു സ്ഥലത്ത് വെച്ച് പീച്ചു നോക്കാനേ വയ്ക്കൂ. 2 ബാറ്ററി ഇടാവുന്ന മുത്തച്ഛൻ്റെ ടോർച്ചാണ് ഉണ്ണിക്കുട്ടൻ ഇഷ്ടം. അത് കയ്യിൽ ഒതുങ്ങും, പീച്ചാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ അച്ഛൻ്റെ ടോർച്ചിനുള്ളതുപോലെ വെളിച്ചമില്ല. അച്ഛൻ്റെ ടോർച്ച് വീട്ടിൻ്റെ കോലായിൽ നിന്നുകൊണ്ട് പീച്ചിയാൽ ഗേറ്റിനപ്പുറത്തോളം വെളിച്ചം ചെന്നെത്തും. തൊടിയിലേക്കടിച്ചാൽ തൊഴുത്തും കക്കൂസും മുളങ്കൂട്ടങ്ങളും എല്ലാം തെളിഞ്ഞു കാണാം. മുത്തച്ഛൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം മുറ്റം കാണാൻ തന്നെ കഷ്ടിയാണ്. അവൻ ടോർച്ചിൻ്റെ സ്വിച്ചിൽ ചൂണ്ടാണി വില അമർത്തി. ടോർച്ചിൻ്റെ വെളിച്ചം വൃത്താകൃതിയിൽ ചുമരിൽ നിഴലിച്ചു. അവന് രസം തോന്നി. അവൻ വീണ്ടും വീണ്ടും സ്വിച്ചിൽ വിരലമർത്തി. ചുമരിലെ പ്രകാശം കണ്ടു രസിച്ചു. ഇങ്ങനെ പീച്ചിയത് കൊണ്ടായില്ല, കയ്യിലെടുത്ത് പീച്ചി നോക്കണം. അവൻ വളരെ സാവധാനത്തിൽ ടോർച്ച് കയ്യിലെടുത്തപ്പോൾ അച്ഛനൊന്ന് തിരിഞ്ഞു കിടന്നു. പരിഭ്രമിച്ചുപോയി. ടോർച്ച് കയ്യിൽ നിന്നും നിലത്തു വീണു. ശബ്ദം കേട്ട് അച്ഛൻ കണ്ണുകൾ തുറന്നു. അച്ഛൻ ദേഷ്യപ്പെടുമോ? പകച്ചു നിന്ന ഉണ്ണിക്കുട്ടനോട് അച്ഛൻ ചോദിച്ചു, രാവിലെ തന്നെ തുടങ്ങിയോ വികൃതി കാട്ടാൻ? അച്ഛൻ അവനെ എടുത്ത് കട്ടിലിൽ കിടത്തിക്കൊണ്ട് വാത്സല്യപൂർവ്വം ഉമ്മ വച്ചു. ശരീരത്തിൽ കൈകൾ കൊണ്ട് തലോടി. കുപ്പായത്തിൻ്റെ അടിഭാഗത്തെ നനവ് മനസ്സിലാക്കിക്കൊണ്ട് ചോദിച്ചു, ഇന്നലെയും മൂത്രമൊഴിച്ചു അല്ലേ? ഉണ്ണിക്കുട്ടൻ ഒന്നും പറയാതെ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു. അല്ലാതെന്തു പറയാനാ, അവന് നാണമാവുകയാണ്. അച്ഛൻ ചോദിച്ചു, സ്കൂളിൽ ചേരണ്ടേ? വേണമെന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടി. തലയാട്ടിയാലൊന്നും അച്ഛന് മനസ്സിലാവില്ല. സ്കൂളിൽ ചേരണ്ടേ? വേണം. നല്ലോണം പഠിക്കുമോ? ഉവ്, മിടുക്കൻ. അച്ഛൻ അവനെ വീണ്ടും ഉമ്മ വച്ചു. താഴത്തു ശബ്ദങ്ങൾ വർദ്ധിച്ചു വരികയാണ്. മുറ്റമടിച്ചു വാരുന്നതിൻ്റെ ശബ്ദം, കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതിൻ്റെ ശബ്ദം, അമ്മിണിയുടെ കരച്ചിലിൻ്റെ ശബ്ദം. ഈ ശബ്ദങ്ങൾക്കിടയിൽ കുട്ടൻ നായർ എവിടെയാണാവോ?